മരം ഇതപ്പോൾ തൊലി കളഞ്ഞ് നല്ല നീറ്റായിരിക്കുകയാണ്. നമ്മൾ മുന്നേ കണ്ട അത്ര വണ്ണമുള്ള തടി ഇപ്പോൾ ഈ ലെവലായിരിക്കും. കട്ട് ചെയ്ത് വെച്ച പ്ലൈവുഡ് ഷീറ്റ് നേരെ കയറ്റുന്നത് ഗ്ലൂ മെഷീനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഗ്ലൂ ആയിട്ട് പുറത്തേക്ക് വരും. കംപ്രസ് ആകുമ്പോൾ മരത്തിൻ്റെ പീസുകൾ ഞെരിയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഈ ഫാക്ടറിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ വളരെ സൗണ്ട് എടുത്തിട്ടാണ് പറയുന്നത്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് പിഴക്കാപ്പള്ളി മൂവാറ്റുപുഴയിലാണ്. ഇവിടെ ആലക്കൽ പ്ലൈവുഡ്സ് ഫാക്ടറിയിലാണുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഫുള്ള് വുഡ് പ്ലൈവുഡാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ് പീലിംഗ് ആണ്. അപ്പോൾ പീലിങ്ങിന് വേണ്ടിയുള്ള മരങ്ങൾ ഇവിടെ കൊണ്ട് അടുക്കിയിട്ടുണ്ട്, സൈസിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെടുത്ത് പീൽ ചെയ്യാൻ പോകുന്നത്, അത് നമുക്ക് കാണാം. ആലക്കൽ പ്ലൈവുഡ്സിൻ്റെ മാനേജർ മാഹിൻ ബ്രോ ഉണ്ട് കൂടെ. ഈ മരങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഇത് കൂടുതലായിട്ട് ഇടുക്കി, തൊടുപുഴ, കോട്ടയം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് തടികൾ വരുന്നത്. നമുക്ക് ഏതൊക്കെ മരങ്ങളാണ് ഉള്ളത്? ഇപ്പോൾ ആഞ്ഞിലി, പ്ലാവ്, വട്ട, വേപ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മിക്സ് ആയിട്ടാണ് വരുന്നത്. തൊലി കളയാൻ വേണ്ടി മെഷീനിലേക്ക് ലോഡ് ചെയ്യാൻ പോവാണ്. സെൻട്രൽ ഹോൾഡ്, രണ്ട് സൈഡും ഹോൾഡ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ഉണ്ട്. അത് ഹോൾഡ് ചെയ്യും മരത്തിനെ. പിന്നീട് അത് ബ്ലേഡിലേക്ക് കടത്തി വിടുകയാണ്. മൂന്ന് പേര് വെച്ച് ലോഡ് ചെയ്ത മരം ഇതപ്പോൾ തൊലി കളഞ്ഞ് നല്ല നീറ്റായിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അടുത്ത സ്റ്റേജിലായ പീലിംഗ് സ്റ്റേജിലേക്ക് പോകുന്നത്. അത്ര വണ്ണമുള്ള തടി ഇപ്പോൾ ഈ ലെവലായിരിക്കും പീൽ ചെയ്തിട്ട്. പീൽ ചെയ്ത് വരുന്ന ഷീറ്റ് ഇതാ ഈ തിക്നെസ് ഉണ്ടാവുള്ളൂ. നമ്മൾ മുമ്പ് തീപ്പെട്ടി കമ്പനിയിൽ കണ്ടതും ഇതേപോലെ തിക്നെസ്സിലുള്ള ഒരു പേപ്പറായിരുന്നു. മരം പീൽ ചെയ്ത് ഷീറ്റാക്കിയിട്ട് എൻ്റെ ഹൈറ്റിനാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. മരമാണല്ലോ, അപ്പോൾ ഫുള്ള് മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രയറിലേക്ക് കടത്തി വിടും. ആ കാഴ്ച കൂടി കാണാം. മാനുവലായി ഈ ഡ്രയറിലെടുത്ത് അടുക്കുകയാണ് ചെയ്യുന്നത്. അടുക്കി വെച്ചതിന് ശേഷം ഇത് ഒരു ഹീറ്റ് പ്രോസസ്സിൽ കൂടെ കടന്നുപോയി അപ്പുറത്തേക്ക് വരുമ്പോൾ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടാവും. ശരിക്കും ഒരു 3 റാക്കായിട്ടാണ് ഈ ഡ്രയർ പ്രോസസ്സ് ഉള്ളത്. ഉള്ളിൽ കോയിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്ത് പുറത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. വളരെ സ്ലോ പ്രോസസ്സാണ്. ഡ്രയറിലൂടെ കടന്നു വന്നതിന് ശേഷം എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ, മോയ്സ്ചറൊക്കെ പോയിട്ട് ഒരു സ്റ്റിഫായിട്ടുള്ള സാധനം കിട്ടും. എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം പല സെക്ഷനായി അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഡ്രൈ ആയി വരുന്ന മരം പല ഗ്രേഡ് അനുസരിച്ച് അടുക്കി വെക്കുകയാണ്. ഈ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലൈവുഡിലെ പല ലെയറുകൾ തിരിക്കുന്നത്. ഡ്രൈ ചെയ്ത മരത്തിൻ്റെ ഷീറ്റ് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് വെച്ച പ്ലൈവുഡ് ഷീറ്റ് നേരെ കയറ്റുന്നത് ഗ്ലൂ മെഷീനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഗ്ലൂ ആയിട്ട് പുറത്തേക്ക് വരും. അവിടെ നിന്നാണ് അത് പ്ലൈവുഡ് ആക്കാൻ വേണ്ടി പ്രോപ്പറായി അടുക്കി വയ്ക്കുന്നത്. ഗ്ലൂ തേച്ചിട്ട് വന്ന മരം അടുക്കുന്നതിന് മുമ്പ് ഏറ്റവും അടിയിലായിട്ടൊരു ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് വയ്ക്കും. അതിന് മേലെ ഫേസ് ഫിനിയർ എന്ന് പറഞ്ഞൊരു ഷീറ്റ്, അതായത് നമ്മുടെ പ്ലൈവുഡിൻ്റെ മേലെ കാണുന്ന ലെയർ ഇതാണ്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ മരത്തിൻ്റെ പീസ് ഗ്ലൂ തേച്ചിട്ട് വന്നിട്ട് അടുക്കി വയ്ക്കുക. ഇപ്പോൾ അടുക്കി വയ്ക്കാൻ പോകുന്നത് 18 mm സൈസുള്ള പ്ലൈവുഡാണ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ലെവൽ വരുന്നവരെ മരത്തിൻ്റെ സ്ലൈസ് അടുക്കി വെച്ചതിന് ശേഷം അതിന് മേലെ വേറൊരു ഫേസ് ഫിനിയറും കൂടി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് വയ്ക്കുക. ഈ ഫേസ് ഫിനിയർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലൈവുഡിൻ്റെ മേലെ കാണുന്ന ലെയർ. രണ്ട് ഇരുമ്പിൻ്റെ
ഷീറ്റിൽ അടുക്കി വെച്ച മരത്തിൻ്റെ പീസുകൾ നേരെ കംപ്രസറിലേക്ക് കയറ്റുകയാണ്. ഇനി ഇവിടെ 20 മിനിറ്റ് ഇത് കംപ്രസ് ചെയ്യും. എന്നതിന് ശേഷമാണ് അത് പ്ലൈവുഡായി മാറുക. കംപ്രസ് ആകുമ്പോൾ മരത്തിൻ്റെ പീസുകൾ ഞെരിയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഇനി ഇവിടെ 20 മിനിറ്റ് ഇത് കംപ്രസ് ചെയ്യും. 20 മിനിറ്റ് കംപ്രസ് ചെയ്ത ശേഷം മരത്തിൻ്റെ പീസുകൾ പ്ലൈവുഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കണം. ആ മരപ്പീസുകൾ കംപ്രസ്സായി പ്ലൈവുഡായി മാറിയിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ ഈ സ്ലൈസുകൾ നമുക്ക് പുറത്തേക്ക് കാണാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയാലേ നമ്മളെ വീട്ടിൽ കാണുന്ന പോലെയുള്ള പ്ലൈവുഡിൻ്റെ ഷേപ്പായി മാറുള്ളൂ. രണ്ട് സൈഡ് കട്ട് ചെയ്ത് വെച്ച പ്ലൈവുഡ് ഇനി പോകുന്നത് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് കാണാം നല്ല മിനുസമായിട്ട് വരും. ഈ പ്രോസസ്സിൻ്റെ പേര് ഡ്രം സാൻഡിങ് എന്നാണ്. ഫസ്റ്റ് പ്രോസസ്സിൽ കണ്ട വലിയ മരം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം നീറ്റായിട്ടുള്ള ഒരു പ്ലൈവുഡായി മാറിയിരിക്കുകയാണ്. ഈ പ്ലൈവുഡാണ് നമ്മുടെ വീട്ടിലെ കിച്ചൺ മെറ്റീരിയലും അതേപോലെ ഫർണിച്ചർ മെറ്റീരിയലും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മുടെ വീടുകളിലും അതേപോലെ ഷോപ്പുകളിലും കാണാം. പ്ലൈവുഡിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി അതിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമുണ്ട്, അതായത് ബ്രാൻഡിങ് അഥവാ നെയിം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.